ലക്ഷ്യങ്ങളും പണവുമൊക്കെ ചേസ് ചെയ്ത് തന്നെ നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ചേസ് ചെയ്താലേ ലഭിക്കൂ. ചിലയിടത്തെങ്കിലും ചില അബദ്ധ ധാരണകൾ കാണാറുണ്ട്. ഒന്നും ചേസ് ചെയ്യരുത്, മൈൻഡ് കൊണ്ടും ചേസ് ചെയ്യരുത്, മൈൻഡിന് ലോഡ് കൊടുക്കരുത് എന്ന്. മൈൻഡിന് ലോഡ് കൊടുക്കേണ്ടതില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ പോസിറ്റീവ് സ്ട്രെസ് എന്നൊന്നുണ്ട്. നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് നോക്കാം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് യഥാർത്ഥ വിജയികളുടെ ലോകത്തിലേക്ക്, യഥാർത്ഥ ധനികരുടെ ലോകത്തിലേക്ക്. ലക്ഷ്യങ്ങളാണെങ്കിൽ ആ ലക്ഷ്യം, ഏത് ലക്ഷ്യങ്ങളാകട്ടെ, ആ ലക്ഷ്യങ്ങൾ നേടിയ യഥാർത്ഥ ധനികരുടെ ലോകത്തിലേക്ക്, രീതികളിലേക്ക്, ആ ധനസമ്പാദനം നേടിയ, പ്രത്യേകിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ധനം സമ്പാദിച്ച ആ യഥാർത്ഥ ധനികരുടെ ലോകത്തിലേക്ക്, അവരുടെ രീതികളിലേക്ക്, അതിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളിലേക്ക്. നമുക്ക് വെറുതെ പറയാൻ കൊള്ളാം ചേസ് ചെയ്യരുത് എന്നൊക്കെ, പക്ഷെ ചേസ് ചെയ്യാതെയും അതിനുവേണ്ടി ഒന്നും ചെയ്യാതെയും മൈൻഡിലും അതിനാവശ്യമായിട്ടുള്ള എഫർട്ട് എടുക്കാതെയും അതിനാവശ്യമായ ഭൗതിക എഫർട്ട് എടുക്കാതെയും ഒരുപക്ഷെ കോടിയിൽ ഒരാൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് നിലനിർത്താൻ കഴിയുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല എന്നാണ് നിങ്ങളോട് ഞാൻ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് നോക്കാം, ഏത് മേഖലയിലെ വിജയമാകട്ടെ അതിനാവശ്യമായ മൈൻഡ് ആൻഡ് മെത്തേഡ്, മനസ്സുകൊണ്ടും അതിൽ അർപ്പിച്ച് അതിന് എഫർട്ട് എടുക്കണം, ഭൗതികമായ എഫർട്ടും എടുക്കണം. ഒരു സംഗീതം പഠിക്കണമെങ്കിൽ പോലും ചുമ്മാ ഇരുന്നാൽ സംഗീതം പഠിക്കാൻ കഴിയില്ല. എന്താണ് അത്? ചേസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് സംഗീതം പഠിക്കാൻ കഴിയില്ല. ആ ഗുരുവിൻ്റെ അടുത്ത് നിത്യവും പോയോ, അല്ലെങ്കിൽ ആ ഗുരുവിനെ നിത്യവും വീട്ടിൽ വരുത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എഫർട്ട്, പണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിനിയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനാവശ്യമായ എഫർട്ട് എടുത്ത് നിത്യവും ആ സാധന, ആ ഒരു പഠനം, അതിനാവശ്യമായിട്ടുള്ള എഫർട്ട് എടുത്ത് നടപ്പാക്കിയെങ്കിലേ സംഗീതം സ്വായത്തമാക്കാൻ കഴിയൂ. ഇനി അത് കരിയർ ആക്കണമെങ്കിൽ അതിൻ്റെ അവസരങ്ങൾ തേടിപ്പിടിച്ച് ഓഡീഷനിലും മറ്റും പല പ്രാവശ്യം പരാജയപ്പെട്ടും പല പ്രാവശ്യം വിജയിച്ചും അത് ചേസ് ചെയ്തെങ്കിലേ സംഗീതം കരിയറാക്കി മാറ്റാനും, അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ സംഗീതത്തിൽ വിജയം നേടുക എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സംഗീതത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് നല്ലത് തന്നെ, അതിൽ നിന്ന് ആവശ്യമായ പണവും കൂടെ കിട്ടിയില്ല എങ്കിൽ, അതായത് സാമ്പത്തിക ബാക്കപ്പ് ഇല്ല എങ്കിൽ, അതിൽ നിന്നാണ് ആ ഒരു ഭൗതിക ജീവിതവും കൂടെ ഉന്നമിടുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പണവും കൂടെ കിട്ടിയേ മതിയാകുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പണവും കൂടെ ലഭിക്കണമെങ്കിൽ അവസരങ്ങൾ തേടിപ്പിടിച്ച് ആദ്യഘട്ടങ്ങളിൽ, ഒരു വിജയ കാലഘട്ടം വരുന്നതുവരെ അത് ചേസ് ചെയ്തെങ്കിലേ ലഭിക്കൂ എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. വെറുതെ നമുക്ക് മേനി പറയാം, നാട്യം പറയാം, ജാട പറയാം, ചേസ് ചെയ്യരുതെന്ന്, പക്ഷെ അത് ചേസ് ചെയ്തെങ്കിലേ ലഭിക്കൂ. എന്തിനേറെ ഒരു ഡ്രൈവിംഗ് സ്വായത്തമാകണമെങ്കിലും, അതായത് വീട്ടിൽ വണ്ടിയില്ലാത്ത, ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പം അങ്ങനെയെങ്കിൽ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത് പിറ്റേ ദിവസം മുതൽ അവർ പറയുന്ന സമയത്ത് എല്ലാ ദിവസവും ആ 10 മിനിറ്റ് വെച്ച് പോയി അത് പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ ചേസ് ചെയ്യണം. ചുമ്മാ ഇരുന്നാൽ അത് നടക്കില്ല. കാരണം അവിടെയും നിങ്ങൾക്കറിയാം, സ്ട്രെസ് നെഗറ്റീവ് സ്ട്രെസ് മാത്രമല്ല. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ട്രാഫിക്കിലോ അല്ലെങ്കിൽ സ്വല്പം സ്പീഡിലോ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ പോസിറ്റീവ് സ്ട്രെസ്. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ നമ്മൾ വിനിയോഗിക്കേണ്ടി വരും. അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും, അത് നമ്മൾ അടയ്ക്കേണ്ടി വരും, ആ സ്ട്രെസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചേസ് ചെയ്തെങ്കിലേ അത് നമുക്ക് നേടാൻ കഴിയുള്ളൂ. ഡ്രൈവിങ്ങിലാണെങ്കിലും ആ മികവ് പുലർത്താനും ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനും. അതുപോലെ തന്നെ ചെസ്സിൽ മികവ് പുലർത്താനാകട്ടെ, ഒരു 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകാനാകട്ടെ, എൻട്രൻസ് എക്സാം പാസ്സാകാനാകട്ടെ, PSC എക്സാം പാസ്സായി ആ ഒരു ജോബ് നേടി കരിയറിൽ വിജയിക്കാനാകട്ടെ, അവിടെയൊക്കെ നാം ചേസ് ചെയ്യേണ്ടി വരും. ടെൻഷൻ എടുക്കണമെന്നോ ലോഡ് എടുക്കണമെന്നോ അല്ല, പക്ഷെ നമ്മൾ ചേസ് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള എഫർട്ട് എടുക്കേണ്ടി വരും. ചേസ് ചെയ്യാതെ ചുമ്മാ ഇരുന്നാൽ വരുമെന്നൊക്കെ മേനി പറയാൻ കൊള്ളാം. യഥാർത്ഥ ലോകത്തൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. വിജയിച്ച എല്ലാവരും തന്നെ, ഏത് മേഖലയിൽ വിജയിച്ചവരും, ലോകത്തെ ഏത് മേഖലയിൽ, പറഞ്ഞ ഓട്ടമാകട്ടെ, ചാട്ടമാകട്ടെ, ചെസ്സാവട്ടെ, ഭരതനാട്യമാകട്ടെ, സംഗീതമാകട്ടെ, ഏത് ധനാഗമ മാർഗമാകട്ടെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പണം നേടിയവരെല്ലാം തന്നെ, ഇപ്പോൾ ധീരുഭായ് അംബാനി എഫർട്ട് ഇട്ട് തന്നെയാണ് പണം നേടിയത്. അവരുടെ മക്കൾക്ക് അത് ഈസിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയുന്നു. പക്ഷെ ആ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എഫർട്ട് വേണം. ഏതായാലും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏത് ഭൗതിക ലക്ഷ്യങ്ങൾ നേടിയവരും, ഒന്നുമില്ലായ്മയിൽ നിന്ന് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയവരും എഫർട്ട് ഇട്ട് ചേസ് ചെയ്ത് തന്നെയാണ് നേടിയത് എന്നുള്ളത് ലോകത്തേക്ക് കൺതുറന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇത് മനസ്സിലാക്കാതെ ഈ ബൗദ്ധിക അതിബുദ്ധി കളിച്ച്, അതിബുദ്ധിജീവി ചമഞ്ഞ്, ബുദ്ധി ചമഞ്ഞ്, മൈൻഡ് കൊണ്ട്, അതായത് മൈൻഡിൽ ലോഡ് കൊടുക്കാതെ, മൈൻഡ് കൊണ്ടും ചേസ് ചെയ്യാതെ, മൈൻഡിൽ ആ ലക്ഷ്യം നിറയ്ക്കണം. അതാണ് മൈൻഡ് പവർ എന്ന് പറയുക. മൈൻഡിലെ ലക്ഷ്യം നിറയ്ക്കണം. മൈൻഡ് സെറ്റ് കൊണ്ട് നേടാൻ കഴിയും. മൈൻഡ് സെറ്റ് കൊണ്ട് പണവും ഭൗതിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. ആ മൈൻഡ് സെറ്റ് നമ്മൾ ആക്റ്റീവ് ആക്കുമ്പോൾ, ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ഭൗതികമായ എഫർട്ട് എടുക്കാനുള്ള കരുത്തും വരും. ശരിയായ ദിശയിൽ നമ്മൾ മൈൻഡും മെത്തേഡും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശരിയായ ദിശയിൽ മൈൻഡും
മെത്തഡും ഉപയോഗിക്കണം. മൈൻഡിലും നാം ചേസ് ചെയ്യണം, മെത്തഡിലും നാം എഫർട്ട് എടുക്കണം. ഇത് രണ്ടും കൂടെ സമന്വയിച്ചെങ്കിലേ ഏത് ഭൗതിക ലക്ഷ്യവും നേടാൻ കഴിയൂ. പ്രത്യേകിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് നേടണമെങ്കിൽ വെറുതെ ഇരുന്ന് നേടാമെന്ന് കരുതുന്ന അനേകരുണ്ട്. കാരണം ചേസ് ചെയ്യാൻ പാടില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ജീവിതം കഴിക്കുന്ന അനേകർ അല്ലെങ്കിൽ പോലും കുറേയേറെ പേരെങ്കിലും കാണാം. പലപ്പോഴും പല അത്തരം വികലമായ പഠനങ്ങളും കാണാറുമുണ്ട്. ഏതായാലും ഇവിടെയും ഞാനിതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് പറയുന്നില്ല, കാരണം അതൊക്കെ പഠിപ്പിക്കുന്ന അനേകരുണ്ടെങ്കിൽ വെറുതെ തർക്കവാദങ്ങൾ ഉന്നയിച്ചേക്കാം. ഇവിടെ ഒരു തർക്കവാദവുമില്ല. അവനവന്റെ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ സത്യസന്ധമായി ചിന്തിക്കുക. അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് യഥാർത്ഥ ലോകത്തെ യാഥാർത്ഥ്യങ്ങൾ നോക്കുക. കാരണം യഥാർത്ഥ വിജയികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിച്ച, അത് ഏത് ഭൗതിക ലക്ഷ്യങ്ങൾ നേടിയവരാകട്ടെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സാമ്പത്തിക ലക്ഷ്യങ്ങൾ, വൻ ലക്ഷ്യങ്ങൾ നേടിയവരാകട്ടെ, അവരതിനാവശ്യമായ ടൈം, മണി, എഫർട്ട് എന്നിവ വിനിയോഗിച്ച് ചേസ് ചെയ്ത് തന്നെ നേടിയവരാണ്. മൈൻഡ് പവർ കൊണ്ട് നേടാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. പക്ഷേ മൈൻഡ് പവർ കൊണ്ട് മാത്രമല്ല, മൈൻഡും വേണം, മെത്തഡും വേണം. മൈൻഡ് പ്ലസ് മെത്തഡ് സമം സക്സസ്, മൈൻഡ് പ്ലസ് മെത്തഡ് സമം മണി. ഇത് രണ്ടും ഒരു സമവാക്യമാണ്. എവിടെ എന്ത് നേടണമെങ്കിലും യഥാർത്ഥ ലോകത്തേക്ക് നോക്കിയാൽ അവിടെ തർക്കിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥ ലോകത്തേക്ക് നോക്കിയാൽ ചേസ് ചെയ്ത് തന്നെയാണ് എല്ലാവരും നേടിയെടുത്തിരിക്കുന്നത്. പക്ഷെ മൈൻഡിന് അതിപ്രധാന പങ്കുണ്ട്. മൈൻഡിന് മാത്രമാണ് പങ്കെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൈൻഡിൽ ആ ലക്ഷ്യം അതിശക്തമായി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് അതിന് വേണ്ട പ്രവർത്തന മേഖലകളിൽ നമ്മൾ എത്തിക്കുകയും നാം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. മൈൻഡിൽ കൊടുത്തില്ല എങ്കിൽ മൈൻഡിൽ കൊടുക്കാതെ പ്രവർത്തനം മാത്രമായതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതും നാം കാണാതെ പോകരുത്. കാരണം മൈൻഡിന് നിർണായക പങ്കുണ്ട്. ഏത് ലക്ഷ്യം നേടുന്നതിലും നിർണായക പങ്കുണ്ട്. അതൊന്നും മറന്നല്ലേ ഈ പറയുന്നത്. ഈ വീഡിയോയിലെ പോയിന്റ് ഇതാണ്. ചേസ് ചെയ്യരുത് എന്നുള്ള പ്രസ്താവനയെക്കുറിച്ചുള്ള ആ ഒരു അബദ്ധം തിരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാം ഓക്കെ, മറ്റെല്ലാം ശരി, ഇതൊക്കെ അവനവന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഇതും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുക. ചേസ് ചെയ്യാതെ വെറുതെ കുത്തിയിരുന്ന് എന്തെങ്കിലും നേടാമെന്ന് കരുതുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്. യഥാർത്ഥ ലോകത്ത് അത് സംഭവിക്കുന്നതല്ല. ഒരുപക്ഷെ കോടിയിൽ ഒരാൾക്കൊക്കെ കിട്ടുന്നുണ്ടാകാം, അത് ലെക്കൊന്നും പറയാൻ കഴിയില്ല, അതൊക്കെ യാദൃശ്യമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലോകത്തെ ഭൂരിപക്ഷം വിജയികളും 99.99% വിജയികളും ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തും നേടിയവർ. അത് ഏത് ഭൗതിക ലക്ഷ്യമാകട്ടെ, സാമ്പത്തിക ലക്ഷ്യമാകട്ടെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നേടിയെങ്കിൽ അവർ അതിനാവശ്യമായ എഫർട്ട് എടുത്ത് ചേസ് ചെയ്ത് തന്നെയാണ് നേടിയത്. സോ അവനവന്റെ ഉറ്റവർക്കും വേണ്ടി ഏതെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങളോ സാമ്പത്തിക ലക്ഷ്യങ്ങളോ ഉന്നമിടുന്നവരാണെങ്കിൽ ഗെറ്റ് ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ. അതായത് ഇനി വർക്ക് ചെയ്യുക, ചേസ് ചെയ്യുക. മൈൻഡിലും ആ ലക്ഷ്യം നേടണമെന്നുള്ള അതിശക്തമായ ചിന്തയും മനസ്സിൽ നിറച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒട്ടും വൈകാരികമായല്ലാതെ ബുദ്ധിപൂർവ്വം ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുത്ത് രണ്ടും കൽപ്പിച്ച് സഡ കുടഞ്ഞിറങ്ങി പുറപ്പെടുക, ഫൈറ്റ് ചെയ്യുക, പൊരുതുക. ജീവിതം ഒരു കളിയാണെങ്കിൽ നല്ലൊരു കളിക്കാരനായിരിക്കുക, നല്ലൊരു കളിക്കാരിയായിരിക്കുക. ജീവിതം ഒരു യുദ്ധമാണെങ്കിൽ നല്ലൊരു പോരാളിയായിരിക്കുക, നല്ലൊരു യോദ്ധാവായിരിക്കുക. എന്ത് തന്നെയായാലും ഏത് ഭൗതിക ലക്ഷ്യങ്ങളും ചേസ് ചെയ്താലേ നേടാൻ കഴിയൂ. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക, സ്വന്തം ഉത്തരം സ്വയം കണ്ടെത്തുക. ഒരു കാര്യം ഇടയ്ക്കൊന്ന് പൂർത്തിയാകാതെ പോയതുപോലെ തോന്നി. അതായത് ബുജി ചമഞ്ഞ്, വെറുതെ ബുദ്ധിജീവി ചമഞ്ഞ് ചുമ്മാ ഇരുന്നാൽ ചേസ് ചെയ്യരുത്. അതായത് മൈൻഡ് കൊണ്ട് പോലും, അവിടെ മൈൻഡ് കൊണ്ട് ചേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മൈൻഡ് പവർ ആണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, എനിക്കും തർക്കമില്ല. മൈൻഡ് കൊണ്ട് തന്നെയാണ് എന്തും നേടാൻ കഴിയുക. പക്ഷേ ആ മൈൻഡ് കൊണ്ട് ചേസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ, മൈൻഡിൽ ആ ലക്ഷ്യം തീവ്രമായി കൊടുക്കുമ്പോഴാണ് അത് നേടുവാനുള്ള ഭൗതിക കാര്യങ്ങളിലേക്ക് നാം വ്യാപൃതമാകുന്നത്. അപ്പോൾ വെറുതെ ബുജി ചമഞ്ഞ് ചുമ്മാ ഇരുന്നാൽ എല്ലാം വന്നു ചേരുമെന്നുള്ള ആ ഒരു പഠനം, അത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അതിനെ തെറ്റും പറയാനില്ല, ശരിയെന്നും പറയുന്നില്ല. ഒരു കോച്ചിന്റെ ധർമ്മം എന്നത് സ്റ്റുഡൻസിനെ കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഒരു പൂമ്പാറ്റയുടെ ഉദാഹരണമൊക്കെ ഒരുപക്ഷെ അതൊക്കെ പ്രശസ്തർ പറഞ്ഞതാകാം, അതൊക്കെ 1-2 പേർക്കൊക്കെ, അതായത് ലക്ഷത്തിലൊന്ന് സെൽഡം ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷെ സാധാരണക്കാരുടെ ജീവിതത്തിലൊന്നും അത് പ്രായോഗികമല്ല. നേരത്തെ പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു. അതായത് ഈ പൂമ്പാറ്റ വന്നിരിക്കും പോലെ എന്നൊക്കെ പറഞ്ഞ്, അതായത് നിങ്ങളൊരു പൂമ്പാറ്റയുടെ പിന്നാലെ ഓടിയാൽ അത് പറന്നു പോകും, നിങ്ങൾ അനങ്ങാതിരുന്നാൽ അത് ദേഹത്ത് വന്നിരിക്കും. അതൊക്കെ പൂമ്പാറ്റയുടെ കാര്യത്തിൽ കൊള്ളാം. അതൊന്നും ഭൗതിക ലക്ഷ്യങ്ങളിലോ സാമ്പത്തിക ലക്ഷ്യങ്ങളിലോ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ 3ാം ക്ലാസ് വിദ്യാഭ്യാസവും ഒരു 10-20 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ചുമ്മാ ഇരുന്നാൽ, മൈൻഡ് കൊണ്ടും ബോഡി കൊണ്ടും അനങ്ങാതെ ചുമ്മാ ഇരുന്നാൽ ഒരു സമ്പത്തും ഒരാൾക്കും വരില്ല, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല, ഒരു എൻട്രൻസ് എക്സാമും ലഭിക്കില്ല, ഒരു മേഖലയിലും സക്സസ് ആവാൻ കഴിയില്ല. അത് ചേസ് ചെയ്തെങ്കിലേ
മാത്രമേ കഴിയൂ. വെറുതെ ഭുജി ചമഞ്ഞ് ആ ഭുജിപാഠങ്ങൾ പഠിച്ചു വെക്കാതെ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിഷനോടുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ലോകത്തേക്ക് നോക്കിയാൽ ഏത് മേഖലയിലെയും യഥാർത്ഥ വിജയികൾ, അത് ഏത് ഭൗതിക ലക്ഷ്യങ്ങളാകട്ടെ സാമ്പത്തിക ലക്ഷ്യങ്ങളാകട്ടെ, അത് മൈൻഡ് കൊണ്ടും പ്രവർത്തന മേഖലകൾ കൊണ്ടും ചേസ് ചെയ്ത് തന്നെയാണ് നേടിയതെന്ന് കാണാൻ കഴിയും. ഇനിയെല്ലാം നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. താങ്ക്